ഇന്ന് നമുക്ക് മുട്ടമാലയും മുട്ടസുർക്കയും ഉണ്ടാക്കിയെടുക്കാം. 10 മുട്ടയാണ് ഇതിനായി ഇന്നിവിടെ എടുത്തത്. അല്പം വാനില എസൻസ്, 1 കപ്പ് 300 ഗ്രാം പഞ്ചസാര ഉണ്ടാവും. ആ കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം വേണം. പിന്നെ ഒരു കുപ്പി, അതിൻ്റെ അടപ്പിന് ഒരു ചെറിയ ദ്വാരം ഇടുക. കുറച്ച് നെയ്യും ആവശ്യമുണ്ട്. ഇനി മുട്ട പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞക്കരുവും വെള്ളയും വേറെ വേറെയായി തന്നെ വേണം. മഞ്ഞയും വെള്ളയും വെവ്വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കുപ്പിയുടെ അടപ്പിന് ഒരു ദ്വാരമിടണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച 300 ഗ്രാം പഞ്ചസാരയിൽ നിന്നും 200 ഗ്രാം എടുത്ത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളവും ലായനിയും നല്ലപോലെ തിളച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞ ഇതുപോലെ ഈ ലായനിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേവിക്കുക. വെറും 5 സെക്കൻഡ് മാത്രം വേവിച്ചാൽ മതി. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം അല്പം ചരിച്ച് വെക്കണം, എന്നാലേ അധികമുള്ള ലായനി വാർന്നു പോവുകയുള്ളൂ. നൂൽ പരുവത്തിലായി കിട്ടാൻ ചൂട് തണയുന്നതിന് മുമ്പേ ഇതുപോലെ ഒന്ന് കുടഞ്ഞിടുക. ഇപ്പോൾ നമ്മുടെ മുട്ടമാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടസുർക്ക തയ്യാറാക്കാം. നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് 100 ഗ്രാം ബാക്കിയുള്ള പഞ്ചസാരയും അല്പം വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് ആ റിങ്ങിൻ്റെ പകുതി ഭാഗം എത്തുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം മുട്ടയുടെ വെള്ള അത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. പാത്രം ഈ റിങ്ങിലേക്ക് ഇറക്കി വെച്ച് 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. നല്ല തീയിൽ തന്നെ വേവിക്കണം, തീ കുറയ്ക്കരുത്. 20 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടസുർക്ക റെഡിയാവും. നല്ല രുചിയും നിറവുമുള്ള മുട്ടസുർക്കയും മുട്ടമാലയും തയ്യാറായി. ഇനിയും മധുരമൂറുന്ന ഒരുപാട് വിഭവങ്ങളുമായി പുതിയ പുതിയ വീഡിയോ നിങ്ങളിലെത്തും. ബെൽ ബട്ടൺ ഒന്നമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, അവ നടുന്ന രീതി, അതിൻ്റെ പരിചരണം എന്നിവയെക്കുറിച്ചൊക്കെ ധാരാളം വീഡിയോ ഇനിയും വരുന്നുണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.